ആസാമിലെ ശ്രീഭു ജില്ലയിലെ ഇന്ത്യൻ ബംഗ്ലാദേശ് അതിർത്തിയിൽ വൻ സംഘർഷം നടക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതിർത്തി സുരക്ഷാ സേന അതായത് BSFും അതിർത്തി ഗാർഡ് ബംഗ്ലാദേശും അതായത് BGPയും തമ്മിൽ ആണ് ഇന്ന് സംഘർഷമുണ്ടായത്. BGP ഇന്ത്യൻ ഭാഗത്തേക്ക് അതായത് ബംഗ്ലാദേശിന്റെ അതിർത്തി സേന ഇന്ത്യൻ ഭാഗത്തേക്ക് തോക്കുകൾ ചൂണ്ടിയതായും റിപ്പോർട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അതായത് ഇന്ത്യൻ സേന അതിർത്തി രക്ഷാ സേനയ്ക്ക് നേരെ വീണ്ടും അതായത് BGPക്ക് നേരെ തോക്ക് ചൂണ്ടി രണ്ടും ഒരു സംഘർഷത്തിന്റെ അതായത് ഒരു വെടിവെപ്പിന്റെ ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഡസൻ കണക്കിന് ബംഗ്ലാദേശികൾ ആയുധങ്ങളുമായി അതിർത്തി കടന്നുവെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ബിലാബരി അതിർത്തി പ്രദേശത്ത് BSFനെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. വിവിധ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം ന്യൂ പല്ലത്തൽ പ്രദേശത്ത് ബംഗ്ലാദേശ് പൗരന്മാരുടെ ഒരു സംഘത്തെ അതിർത്തിയുടെ ബംഗ്ലാദേശ് ഭാഗത്തേക്ക് തള്ളിവിടാൻ ശ്രമിച്ചതോടെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. ഈ നീക്കത്തെ BGP എതിർക്കുകയും ബംഗ്ലാദേശികൾ പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നത് തടയുകയും ചെയ്തതായി റിപ്പോർട്ടുണ്ട്. സംഭവത്തിന്റെ വാർത്ത പരന്നതോടെ അതിർത്തിക്കടുത്തുള്ള ഗ്രാമങ്ങളിലെ ഗ്രാമവാസികൾ കത്തികൾ, വടികൾ, അതോടൊപ്പം തന്നെ മുളങ്കമ്പുകൾ എന്നിവയുമായി BGPയെ പിന്തുണച്ച് ഒത്തുകൂടിയിട്ടുണ്ട്. അവർ ആയുധങ്ങൾ വീശി അതിർത്തിയുടെ ഇന്ത്യൻ ഭാഗത്തുള്ള BSFനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. നിയമവിരുദ്ധമായ തിരിച്ചടിക്ക് ശ്രമിക്കരുതെന്നും അതിർത്തിയിൽ നിന്ന് മാറി നിൽക്കണമെന്നും BGPയുടെ പല്ലത്തൽ അതിർത്തി ഔട്ട്പോസ്റ്റിലെ സൈനികർ ഉച്ചാഭീഷണി വഴി BSFനെ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുകയും ആളുകളെ നീക്കം ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ വെടിവെക്കേണ്ടി വരുമെന്നാണ് BGP മുന്നറിയിപ്പ് നൽകിയത്. ആസാമിലെ ശ്രീഭൂമി ജില്ലയിലെ ബിലാബാരി അതിർത്തിയിലാണ് സംഭവം നടന്നതെന്ന് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശി പൗരന്മാരെ ബംഗ്ലാദേശിലേക്ക് അതായത് ന്യൂ പല്ലത്തോൾ പ്രദേശത്തേക്ക് തള്ളിവിടാൻ ഇന്ത്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ശ്രമിച്ചതായി ആരോപിക്കപ്പെടുന്നുണ്ട്. ഈ നീക്കത്തിൽ BJP പ്രതിഷേധിച്ചു. അതായത് ബംഗ്ലാദേശിന്റെ അതിർത്തി സേന പ്രതിഷേധം നടത്തിയിട്ടുണ്ട്. അവർ പല രീതിയിലേക്ക് ബംഗ്ലാദേശികളെ ഇന്ത്യയിലേക്ക് കടത്തിവിടാനായിട്ട് പല ശ്രമങ്ങൾ നടത്തി. പക്ഷേ BSF അമ്പും വില്ലിനും അടുക്കാത്ത രീതിയിലേക്ക് ഏതെങ്കിലും ബംഗ്ലാദേശികൾ ഇന്ത്യൻ അതിർത്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വെടിവയ്ക്കും എന്ന് തന്നെ ഒരു കർശനമായ ഒരു നിർദ്ദേശമാണ് ഫോണിലൂടെ അതായത് മൈക്കിലൂടെ BSF നൽകിയത്. സംഘത്തെ തങ്ങളുടെ പ്രദേശത്തേക്ക് കടക്കാൻ അനുവദിച്ചില്ല. നിർബന്ധിത നുഴഞ്ഞുകയറ്റ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെതിരെ BJP ഉദ്യോഗസ്ഥർ ഉച്ചാഭീഷണിയിലൂടെ BSFന് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയതോടെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി. സംഭവത്തിന്റെ വാർത്ത പരന്നതോടെ ബംഗ്ലാദേശ് അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നുള്ള ആളുകൾ വടികൾ, അതോടൊപ്പം തന്നെ അരിവാൾ ചുറ്റിക, മുളങ്കമ്പുകൾ എന്നിവയുമായി അതിർത്തിയിലെ സീറോ ലൈനിൽ BJPയെ പിന്തുണച്ച് തടിച്ചുകൂടി. ഇത് പ്രദേശത്ത് കൂടുതൽ സംഘർഷമുണ്ടാക്കി. മണിക്കൂറോളം നീണ്ടുനിന്ന സംഘർഷത്തിനിടയിലും ഇരുവശത്തു നിന്നുമുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ അതിർത്തിയിൽ നിലയുറപ്പിച്ചിരുന്നു. വെടിവെപ്പോ ആളപായമോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ബിലാബരി അതിർത്തിയിലെ സ്ഥിതി ഇപ്പോഴും സംഘർഷഭരിതമാണ്. സംഭവത്തെക്കുറിച്ച് BSFിൽ നിന്നോ BJPയിൽ നിന്നോ ഉടനടി ഔദ്യോഗിക പ്രസ്താവന ഒന്നും തന്നെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടില്ല. സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമാകാതിരിക്കാൻ BSF സൈനികർ പരമാവധി സംയമനം പാലിക്കുകയും ഏകോപനം പാലിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നത്. ഈ വലിയ രീതിയിലൊരു ആക്രമണം ബംഗ്ലാദേശി ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഇന്ത്യൻ സൈന്യത്തിന് നേരെ ഉണ്ടായാൽ അവർ ആകാശത്തേക്ക് വെടിവെക്കും എന്നൊരു നിർദ്ദേശവും കൂടെ നൽകിയിട്ടുണ്ട്. പിന്നീട് സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ ഇരുവശത്തു നിന്നും കൂടുതൽ സേനയെ പ്രദേശത്തേക്ക് അയച്ചിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ചോ സ്വദേശത്തേക്ക് കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ട ആളുകളുടെ എണ്ണത്തെക്കുറിച്ചോ ഇതുവരെ ഔദ്യോഗികമായ പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടില്ല എങ്കിലും പ്രാദേശിക ഭരണകൂടത്തെയും ആസാം പോലീസ് യൂണിറ്റുകളെയും ജാഗ്രത പാലിച്ചിട്ടുണ്ട്. കൂടാതെ ആസാം അതിർത്തിയിലടക്കം അതോടൊപ്പം വലിയ രീതിയിൽ കർശനമായ സുരക്ഷയും വാഹനങ്ങളിലടക്കം നിരന്തരമായ പരിശോധനയും ആസാം പോലീസ് നടത്തുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ.